ഹായ്, ഇന്ന് ഞാൻ മനുവിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ ബിച്ചുവും മനുവും കൂടെ ഇരുന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് കണ്ടത്. ഞാൻ ഒത്തിരി ചിരിച്ചു ആ വീഡിയോ കണ്ടിട്ട്. ഞാനിതിവിടെ ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിച്ചുവിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ചാനലിൽ. എല്ലാ ദിവസവും ഉണ്ട്. അതെ, എല്ലാ ദിവസവും ഉണ്ട്. ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് മൊത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ. അത് തന്നെ, അതിന്റെ പുതിയൊരു സംരംഭം ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് നിമിഷ ബിജുവിന്റെ സബ്സ്ക്രിപ്ഷൻ, അതിലേക്ക് നമുക്ക് ലാസ്റ്റ് പോവാം. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിജി ചേച്ചി അറിയാമോ? ബിജി ചേച്ചി ഞാൻ കാണിക്കാം. ബിജി ചേച്ചിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഗെയിം കളിക്കും. ഇതെന്താ ഗെയിം ഒന്നും എനിക്കറിയില്ല. ഗെയിമിൽ തോക്കുന്ന ആൾ പണിഷ്മെന്റ് എടുക്കണം ലൈവിനകത്ത് തന്നെ. ആ പണിഷ്മെന്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പ്രത്യേകതര ആചാരമാണ്. മറ്റേ മോഹൻലാലിന്റെ പടത്തിൽ ചെയ്യുന്ന പോലെ കയ്യിൽ കത്തി, അതിന്റെ പ്രത്യേകതര ആചാരങ്ങളാണ്. പൊള്ളും. ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പാന്റിന്റെ പോക്കറ്റിലല്ല, പോക്കറ്റൊക്കെ ഐസ് ഇടണം. എക്സാക്ട്ലി. ഇത് മറ്റേ ട്രൂത്ത് ഓർ ഡെയർ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് നോർമലി അവൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവന് കൃത്യമായി അറിയാം എവിടെയാണ് ഇടുന്നത്. അവൻ അത്രയും സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഷഡ്ഡി അല്ല. ഗെയിമിൽ കള്ളത്തരം പാടില്ല, അതിന് വേണ്ടിട്ടാ. അല്ലാതെ അവന് ആ ചിന്താഗതി ഒന്നുമല്ല, ഒന്നും പബ്ലിസിറ്റി കറക്റ്റ് അത് വേണം. ഉള്ള കാര്യം പറഞ്ഞോളൂ. മുട്ട അടിക്കണം, മീശ പിടിക്കണം. രോമം പഠിക്കാൻ പറഞ്ഞാൽ രോമം. അവനെ കൊണ്ട് ഈ പെണ്ണുള്ള നേരത്തെ 16 മുട്ട ഷെഡിക്കകത്ത് ഇടിച്ച് പൊട്ടിച്ചിട്ടോ ഇല്ലാതെയോ? പൊട്ടിച്ചിട്ടോ. അതിനവൻ പ്രതികാരം വീട്ടുന്ന 16 2 18 രണ്ടെണ്ണം പൊട്ടാതെയും പൊട്ടി. ഗെയിം കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ അംഗീകരിക്കണം. കൃത്യമായി ഇട്ടു. ഇത് ഭയങ്കര വ്യൂ ഉള്ള സാധനം, ഭയങ്കര റീച്ച്. പുതിയൊരു ചാനലിൽ ആരോ ലീക്ക് ചെയ്ത സാധനം. ഇത് ഇട്ടതും പൊട്ടക്കാന്ന് പറഞ്ഞിട്ട് എന്റെ വ്യൂസ് പോകുന്നേ കാണാം. നാളെ എല്ലാം ഇത് പ്രതികൊണ്ട് അതിന് മുമ്പ് ഞാൻ ചൂണ്ടി എന്നേ ഉള്ളൂ. ഈ സംഭവം എന്ന് പറയുന്നത് ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറയുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കാര്യമാണ്. ഇതൊരു വേറൊരു ലെവൽ തരത്തിലുള്ള കളിയാണ്. അവർ തോൽക്കുന്നെങ്കിൽ അവർ പറയും പോലെയൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ പാൻറ്റിനകത്ത് ഐസ് ഇട്ടാൽ പോരാ, അതിനുള്ളിൽ ഡ്രസ്സിനകത്ത് ഐസ് ഇടണം. അടുത്ത ഒരു ഇതിന് പറയുന്നുണ്ട് എന്താ കുളിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്ന. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഓരോരോ കണ്ടന്റുകൾ അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ വായനയിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർക്കൊക്കെയും ഒരു എടുക്കുന്ന എഫേർട്ടിന് ഒരു വിലയും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെയും റീച്ചും വ്യൂസും ഒക്കെയും കയറി പോകുന്നത്. പക്ഷേ അതിനൊന്നും എന്താ പറയുന്നത്, ഒരു വാല്യൂ ഇല്ലാത്തൊരു സംഭവം. ഇത് കാണാനായിട്ട് ആളുകൾ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് റീച്ച് ഉണ്ടാകുക. ഇപ്പോൾ പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം ഇട്ടേ അതിലാരും വ്യൂസോ ഒന്നും കാണത്തില്ല. നമ്മളടക്കം തംബ്ലെയിൻ ഇടുമ്പോൾ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു കുത്തി തന്നെയാണ് തംബ്ലെയിന് വിൽക്കുന്നത്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ആരും വ്യൂസ് കയറത്തില്ല. നല്ലൊരു തംബ്ലെയിന് കൊടുത്താൽ പോലും ഒറ്റ മനുഷ്യർ കാണത്തില്ല. പക്ഷേ എന്തെങ്കിലും ആരെയും കൊള്ളിച്ചുകൊണ്ടോ എന്തെങ്കിലും എന്നാൽ പക്ഷെ അതിലുള്ള കാര്യം തന്നെ പറയുള്ളൂ. പക്ഷേ അതൊന്നും നമ്മൾ ഒന്ന് എഫക്റ്റ് ചെയ്യണ ഒരു രീതിക്കാണ് ഒരു തംബ്ലെയിന് കൊടുക്കുന്നത് തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, ആളുകളെ ശരീരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ അതിലൂടെ റീച്ച് കിട്ടുകയും പബ്ലിസിറ്റി കിട്ടുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇനിയും ഉള്ള ആൾക്കാർ ചിന്തിക്കും, ഇവർ നോക്കുമ്പോഴത്തേക്കും കുറേ പേര് ഇങ്ങനെ ശരീരപ്രദർശനമൊക്കെ നടത്തുന്നു, എന്നിട്ട് പറയും ഞാൻ പാവപ്പെട്ടവർ സഹായിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വന്നിരുന്ന് പറയും. പക്ഷെ അവർ കാണിക്കുന്നത് മൊത്തവും തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനായിട്ട് ആർക്കും ഈ നോ പറയാനായിട്ട് പറ്റും, ആർക്കും ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാണിക്കുന്നത് എന്തായാലും ദണ്ഡിതനം തന്നെയാണ്. ഒരു വ്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചു പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഈ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാത്ത ഒരാളാണ് ആയിക്കോട്ടെ, അപ്പോൾ അവർ കാണുമ്പോൾ അത് വിചാരിക്കുന്ന അവരിത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പോൾ ഈ വീഡിയോയിൽ ഇവർ മാത്രം കാര്യമല്ല, പിന്നെ നിമിഷ എന്ന് പറയുന്ന അവരുടെ കാര്യം പറഞ്ഞു. മുമ്പ് രേണുസുതിയുടെ മകനെ ദത്തെടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ കാര്യം. അപ്പോൾ അവരുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. പക്ഷേ
അവരും ഭയങ്കരമായിട്ട് ശരീരം കാണിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും, കുറച്ചുകൂടെ പണം ഉണ്ടാകും. ഇവരൊക്കെ ഇങ്ങനെ കാണിച്ച് സമ്പാദിച്ചെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്ത് കൂടാ എന്നുള്ള തരത്തിലേക്ക് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ റിയലായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെക്കാളും ഭയങ്കരമായിട്ട് റീച്ചും വ്യൂസും ഒക്കെയും കയറുന്നത് ഇവർക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ഓരോ കണ്ടന്റുകൾ തപ്പിയെടുത്ത് ഉണ്ടാക്കുന്നത്. അത് കോമഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് പേര് യൂട്യൂബേഴ്സിൽ അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നുണ്ട്, കടന്നു വരുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. അതൊക്കെയും പറയാനും അല്ലെങ്കിൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവിലൂടെ അവർ വരുന്നു. പക്ഷേ ഇവർക്ക് ഒന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും വേണ്ടാതെ അങ്ങ് ഇരിക്കുകയാണ്. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ആരോ, എനിക്ക് അറിയില്ല എനിക്ക് ആരാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ലൈവ് ഇങ്ങനെ ഞാൻ പ്ലേ ചെയ്തിട്ട് ഇവിടെ എൻ്റെ തല ഒന്ന് കെട്ടാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് ഞാനത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോയി. മാറിയപ്പോഴത്തേക്കും ഇതിൽ സംസാരം കേട്ടിട്ടാണ് പിന്നെ ഒന്ന് നോക്കുന്നത് എന്താ സംസാരം കേൾക്കുന്നത്. അപ്പോൾ ഒരു ലൈവായിരുന്നു അത്. ഞാൻ ഫോണ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് പോയതാണ്. ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്, പക്ഷേ പറ്റിയില്ല, കട്ടായിട്ടില്ല. അപ്പോൾ ഒരു ലൈവിൽ ഒരു സ്ത്രീയുടെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താടാ ചക്കരേ മുത്തേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കി ഇതാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ അതിൽ വരുന്ന കമൻസുകൾ വായിച്ചിട്ട് തന്നെ വായിച്ചിട്ട് എനിക്ക് തന്നെ വല്ലാതെ തോന്നി. കാരണം ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് വന്ന് ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. അവർ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു തരത്തിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓക്കെയാണ്, എന്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഓക്കെയാണെന്ന രീതിക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് സ്ത്രീകളൊന്നും അവരെ മോശം പറയും, ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്തിനാണ് കക്ഷം കാണിക്കുന്നത്, അത് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചേച്ചിമാർ അതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെയും വളരെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണവും താഴെ കമൻറ്റുകളിലും അയ്യോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അങ്ങനെ കാണണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമെന്നല്ലാതെ വേറൊരു മണ്ണാങ്കട്ട അവിടെ പറയാനായിട്ടില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. ഇങ്ങനെ മാത്രം പബ്ലിസിറ്റി ചെയ്തുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് റീച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചുമ്മാ നിങ്ങളുടെ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പണം നേടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു വില തരുമോ? ഒരു മാന്യമായിട്ട് നിങ്ങളോട് ആരെങ്കിലും പെരുമാറുമോ? നിങ്ങൾക്ക് അതൊക്കെയും ഒരു നിസ്സാരമായിരിക്കും. അല്ലെങ്കിൽ അതൊരു നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടല്ലോ അതിലൊരു നിങ്ങൾക്ക് അഭിമാനിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ബാക്കിയുള്ള സ്ത്രീകൾക്കൊക്കെയും ഇതൊക്കെ കാണുമ്പോൾ അതൊരു പുച്ഛമാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊരു നാണക്കേടല്ലേ? അതോ നിങ്ങളെ കുടുംബക്കാരും നിങ്ങളും എല്ലാവരും ഇങ്ങനെയാണോ? ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദയവ് ചെയ്ത് കുറയ്ക്കുക. ഇപ്പോൾ കൊച്ചു പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, കൊച്ചു പിള്ളേർക്ക് ഈസി ആയിട്ട് യൂട്യൂബൊക്കെ എടുത്ത് നോക്കുന്നവരാണ്. ഇവരൊക്കെയും കാണുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള വേലത്തരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അവരുടെ മൈൻഡ് പോലും മാറിപ്പോകും നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ലൈവൊക്കെ വരുമ്പോഴത്തേക്കും. ദയവ് ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്ന് നിർത്തുക. ഇവരും പറയുന്നുണ്ട്, മനുവിൻ്റെ ചാനലിലും പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരു നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആരും വരത്തില്ല. ഇവിടെ നെഗറ്റീവ് പറഞ്ഞാൽ അതിനെ ബാക്കിന്ന് പുഷ് ചെയ്യാനായിട്ട് അല്ല അത് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബറുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. അപ്പോൾ അവരുടെ ID തന്നെ എത്രയോ ഫോളോവേഴ്സ് കയറുകയാണ് ഉണ്ടായത്. അവരൊരു തെറ്റ് ചെയ്തു. കാരണം അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കാം. കാരണം അവർ എന്തോ ഒരു വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ, അത് നമുക്കറിയത്തില്ല. അതൊക്കെയും ശരി തന്നെയാണ്. പക്ഷേ അയാളുടെ കൂടെ താമസിച്ചു കൊണ്ട് ഒളിച്ചോടി പോയത് ശരിയായില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ആളുകൾ എല്ലാവരും ആ കുട്ടിയെ നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടെന്ന് നോക്കിക്കൊള്ളണം. കാരണം ഇത്ര അധികം ഫോളോവേഴ്സ് അവൾക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ശരിയേക്കാളും തെറ്റാണ് ഇപ്പോഴത്തെ ശരി. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോ അത് ചെയ്ത് കാണിക്കുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അത് നല്ല കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ
ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റർമാർ ഉണ്ടാവുന്നുണ്ട്. എന്താ ഫാഷനിൽ തന്നെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഫാഷൻ പരമായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സിങ് സെൻസ് നല്ല നല്ല ഫാഷനബിളായിട്ട് കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരെയൊക്കെയും പറയിപ്പിക്കാനായിട്ട് കുറേ പേരുണ്ട്. അത് മലയാളീസ് അടക്കമുണ്ട്. മലയാളീസ് വിചാരിക്കുന്നത് എന്താ, നമ്മളിത് കാണിച്ചു എന്ന് വെച്ചാൽ നമ്മളിലൂടെയാണ് ഈ ഫാഷൻ വന്നത് എന്ന് നമുക്ക് കാണിക്കണം. പക്ഷേ ഇതൊക്കെ മുൻപേ ആൾക്കാർ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും. നമ്മുടെ കഴുത്ത് കാണിക്കാം, നമ്മുടെ നെഞ്ച് കാണിക്കാം, നമ്മുടെ വയറ് കാണിക്കാം, അതിനൊക്കെ കുറച്ചുകൂടി റീച്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാണിക്കാം. അത് തന്നെയാണ് മിക്കവരും കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് പറയാമല്ലോ, നല്ല രീതിയിൽ കാണിക്കാം. ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ദയവേത് ഇതൊന്ന് നിർത്തുക. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. ഭയങ്കര ഒരു നാണക്കേടാണ്. സ്ത്രീകൾക്ക് തന്നെ ഇതൊരു അത് കാണുമ്പോൾ തന്നെ അറപ്പ് തന്നെയാണ്. കുറേ പുരുഷന്മാർ ഫേക്ക് ഐഡിയും വെച്ച് ആരും തിരിച്ചറിയാത്ത തരത്തിൽ ഫേക്ക് ഐഡിയും വെച്ച് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എന്ത് വൃത്തികെട്ട കമൻറ്റുകളാണ്. ഇവന്മാരുടെ വീട്ടിലൊന്നും പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്നാണ് ആലോചിക്കുന്നത്. ദയവേത് ഇങ്ങനെയുള്ളവരെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഏത് ചാനലുകാരായിരുന്നാലും ഏത് വലിയ സ്റ്റാർ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരായിരുന്നാലും ശരി, ഇങ്ങനെ ചെയ്യുന്നവരെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അപ്പോഴേക്കും ഇതൊക്കെ അങ്ങ് തീർന്നോളും. പക്ഷേ തീരാനായിട്ട് പോകുന്നില്ല. കാരണം ഇവിടെ ഉള്ളവർ കാണാനായിട്ട് കിടക്കുകയല്ലേ.